ഇന്ത്യൻ നാവികസേന ആദ്യമായി അതിന്റെ പൂർണ്ണ പ്രവർത്തനശേഷി കൈവരിച്ച തദ്ദേശ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്തിന്റെ ഡെക്കിൽ നിന്നും ഇന്ത്യൻ നിർമ്മിത അൺമാൻഡ് ഏരിയൽ വെഹിക്കിളിന്റെ ലാൻഡിംഗും ടേക്ക് ഓഫും വിജയകരമായി പരീക്ഷിച്ചു. 2024 ഫെബ്രുവരിയിൽ UAVകൾ വിക്രാന്തിനൊപ്പം മിലാൻ നാവിക യുദ്ധ ഗെയിമുകൾക്കായി വിന്യസിക്കുമെന്നും ഇന്ത്യൻ നാവികസേന അറിയിക്കുന്നു. 2023 തുടക്കത്തിൽ തന്നെ ഈ പരീക്ഷണങ്ങളെല്ലാം നടത്തിയെങ്കിലും ഇന്ത്യൻ നാവികസേന ഈ പരീക്ഷണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ മറച്ചുവെച്ചിരിക്കുകയാണ് എന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതായത് ഇന്ത്യൻ നാവികസേന നിശബ്ദമായി തങ്ങളുടെ ഡ്രോൺ ശേഷികൾ വർദ്ധിപ്പിക്കുകയാണ് എന്നും ഈ നീക്കം ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം UAVകൾ, UCAVകൾ, ക്രൂവില്ലാത്ത യുദ്ധവിമാനങ്ങൾ എന്നിവ ഉൾക്കൊള്ളാൻ കഴിയുന്ന ലാൻഡിംഗ് പ്ലാറ്റ്ഫോം ഡോക്കുകളുടെ ഡിസൈനുകളും നാവികസേന നിലവിൽ പര്യവേഷണം ചെയ്യുന്നു. ഇന്ത്യൻ നാവികസേന 2000കളിൽ ഇസ്രായേലിൽ നിന്നുള്ള ഫിക്സഡ് വിങ് UAVകളുടെ 2 വകഭേദങ്ങളായ സെർച്ചർ, ഹെറോൺ എന്നിവ കടൽ പ്രവർത്തനങ്ങൾക്കായി ഉൾപ്പെടുത്തിയിരുന്നു. കരയടിസ്ഥാനമായുള്ള നേവൽ സ്ക്വാഡ്രോണുകൾ ഇലക്ട്രോ ഒപ്റ്റിക് ക്യാമറകളും കോമിന്റ് അഥവാ കമ്മ്യൂണിക്കേഷൻ ഇന്റലിജൻസും ഉപയോഗിച്ച് ഈ UAVകൾ പ്രവർത്തിപ്പിച്ചു പോന്നു. ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടിയുള്ള ഒരു നൂതനാശയം കരയിൽ നിന്നും വിക്ഷേപിച്ചതിന് ശേഷം മറ്റൊരു നിയുക്ത യുദ്ധക്കപ്പലിലേക്ക് UAVയുടെ കമാൻഡ് ഏറ്റെടുക്കാൻ അനുവദിക്കുന്നു. അതിനുശേഷം കടലിലെ യുദ്ധക്കപ്പലുകൾക്ക് ഇന്റലിജൻസ്, നിരീക്ഷണം, രഹസ്യാന്വേഷണ ദൗത്യങ്ങൾ എന്നിവയ്ക്കായി UAVകളെ ഉപയോഗപ്പെടുത്താനും UAVയുടെ റിക്കവറിക്കായി ലാൻഡ് സ്റ്റേഷനിലേക്ക് തിരികെ എത്തിക്കാനായി നിയന്ത്രണങ്ങൾ കൈക്കൊള്ളാനും കഴിയും. നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പൂനെ ആസ്ഥാനമായുള്ള സാഗർ ഡിഫൻസ് എഞ്ചിനീയറിംഗിന്റെ സ്റ്റേബിളിൽ നിന്നും ക്വാഡ് കോപ്റ്ററിന്റെ ലാൻഡിംഗ് വിജയകരമായി INS വിക്രാന്തിൽ നടത്തുകയും ഡെക്കിൽ നിന്ന് പറന്നുയരുകയും ചെയ്തു. കമ്പനിയുടെ സഹസ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ ക്യാപ്റ്റൻ നികുഞ്ച് പരാശർ യുറേഷ്യൻ ടൈംസ് എന്ന മാധ്യമത്തോട് ഈ പരീക്ഷണം നിലവിൽ സ്ഥിരീകരിച്ചു. വിമാനവാഹിനി കപ്പലുകളിൽ നിന്നും യുദ്ധക്കപ്പലുകളിൽ നിന്നും ലോഞ്ച് ചെയ്യാവുന്ന ഈ ചെറിയ UAVകൾ കപ്പലുകളുടെ നിരീക്ഷണ പരിധി വർദ്ധിപ്പിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. പ്രത്യേകമായി നാവിക വാർത്താവിനിമയ ഉപഗ്രഹമായ രുക്മണിയിൽ നിന്നും സിഗ്നലുകൾ സംപ്രേഷണം ചെയ്യുന്നതിലൂടെ മറ്റ് സൗഹൃദ കപ്പലുകളുമായുള്ള കപ്പലിന്റെ ആശയവിനിമയം ഈ UAVകൾ മെച്ചപ്പെടുത്തും. മറ്റ് വിമാനങ്ങൾ, കപ്പലുകൾ, ഉപഗ്രഹങ്ങൾ എന്നിവയുമായി ഏകോപിപ്പിക്കുന്ന ആശയവിനിമയ ശൃംഖലകളുടെ ഒരു വലിയ നെറ്റ്വർക്കിന്റെ ഭാഗമായിരിക്കും ഈ അൺമാൻഡ് ഏരിയൽ വെഹിക്കിളുകൾ. ജനറൽ അറ്റോമിക്സിന്റെ മൊജാവെ എന്ന UAV യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഈസ്റ്റ് കോസ്റ്റിൽ നിന്നും ബ്രിട്ടീഷ് കാരിയറായ HMS പ്രിൻസ് ഓഫ് വെയിൽസിന്റെ ഡെക്കിൽ നിന്നും പറന്നുയർന്ന സമയത്താണ് ഇന്ത്യൻ നാവികസേനയുടെ ഈ പരീക്ഷണവും സംഭവിക്കുന്നത്. ബ്രിട്ടീഷ് കാരിയറിൽ നിന്നും ഇതുവരെ പറന്നുയർന്ന ഏറ്റവും വലിയ ആളില്ലാ വിമാനമാണിത്. മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഈ പരീക്ഷണ പറക്കലിന്റെ ലക്ഷ്യം ഒരു UK കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിനൊപ്പം ആക്രമണ ഡ്രോണുകൾ വിന്യസിക്കുക എന്നതാണ്. ഇതിലൂടെ അവർക്ക് F-35B ലൈറ്റ്നിംഗ് II ജെറ്റുകൾക്കും നേവൽ ഹെലികോപ്റ്ററുകൾക്കുമൊപ്പം ആക്രമണ ഡ്രോണുകളെയും പ്രവർത്തിപ്പിക്കാനാകും. ആളില്ലാ വിമാനശേഷി വർദ്ധിപ്പിക്കാനുള്ള നാവികസേനയുടെ അന്വേഷണത്തിലെ ഒരു ചെറിയ ചുവടുവയ്പ്പാണിത്. ഇന്ത്യൻ കാരിയറുകളിൽ നിന്നും ഭാരമേറിയ ഡ്രോണുകൾ പ്രവർത്തിപ്പിക്കാൻ ഇത് വഴിയൊരുക്കുമെന്ന് നാവികസേനാ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. കാരിയർ ലോഞ്ച്ഡ് ഡ്രോണുകൾ കൂടുതൽ ഭാരമുള്ളതും ഫ്ലോട്ടിംഗ് ഡെക്കിൽ പറന്നുയരുന്നതും ലാൻഡ് ചെയ്യുന്നതുമായ മിനി ഫൈറ്റർ ജെറ്റുകളെ പോലെയാണ് എന്നും ഇത്തരം ഫ്ലൈറ്റ് ഡെക്ക് അധിഷ്ഠിത UAVകൾക്ക് ഉയർന്ന ഒപ്റ്റിക്കൽ ഡേ നൈറ്റ് വിഷൻ സെൻസർ കഴിവുകളുമായി സംയോജിപ്പിച്ച വിപുലമായ നാവിഗേഷൻ നിയന്ത്രണങ്ങളുണ്ട് എന്നും ആക്രമണപരമായ റോളിൽ മാരകമായ ആയുധങ്ങൾ ഉള്ളതിനാൽ ഇവയ്ക്ക് ഒരേ സമയം എയർ ടു സർഫസ് ലക്ഷ്യങ്ങളിൽ ഇടപെടാൻ കഴിയുമെന്നും റിട്ടയർഡ് കമാൻഡർ മിലിന്ദ് കുൽശ്രേഷ്ഠ യുറേഷ്യൻ ടൈംസിനോട് പറഞ്ഞു. ഡെക്ക് ലോഞ്ച്ഡ് UCAVകൾക്ക് മാരിടൈം ISR, ആന്റി സബ്മറൈൻ വാർഫെയർ, സർഫസ് വാർഫെയർ, SAR ഓപ്പറേഷൻസ് തുടങ്ങിയ മൾട്ടി മിഷൻ കോൺഫിഗറേഷൻ കഴിവുകൾ ഉണ്ടായിരിക്കുമെന്നും താമസിക്കാതെ ഡ്രോൺ യൂണിറ്റുകൾക്കുള്ളിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് UAVകളെ എയർ വാർഫെയർ ലെവൽ മാനുവറബിലിറ്റിക്കും സ്വയംഭരണപരമായ യുദ്ധ ഇടപെടലുകൾക്കും മറ്റുമായി പ്രാപ്തമാക്കുമെന്നും ഇന്ത്യൻ നാവികസേനയിലെ ഡ്രോണുകളുടെ ഭാവിയെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ കമാൻഡർ കുൽശ്രേഷ്ഠ വ്യക്തമാക്കി. ചുരുക്കി പറഞ്ഞാൽ INS വിക്രാന്തിൽ അടുത്തിടെ ഓർഡർ ചെയ്ത ഫ്രഞ്ച് റഫാലം യുദ്ധവിമാനങ്ങൾക്ക് പുറമെ 2 UAVകളും ഡെക്കിലുണ്ടാകും. കഴിഞ്ഞ വർഷം 100 മീറ്ററിലധികം നീളമുള്ള യുദ്ധക്കപ്പലുകൾക്കായി 4 നേവൽ അൺമാൻഡ് ഏരിയൽ സിസ്റ്റങ്ങൾ ആവശ്യപ്പെട്ട് 2022 ജൂൺ 29 ഇന്ത്യൻ നാവികസേന ഒരു വിവരാവകാശ അപേക്ഷ പുറത്തിറക്കി. ടാർഗറ്റ് ഏറ്റെടുക്കൽ, നിരീക്ഷണം, നാവിക ടാസ്ക് ഫോഴ്സിനെ ചുറ്റിപ്പറ്റിയുള്ള മാരിടൈം ഡൊമൈൻ അവബോധം, സിഗ്നൽ ഇന്റലിജൻസ് എന്നിവ ഉൾപ്പെടെയുള്ള നിരീക്ഷണ പ്രവർത്തനങ്ങൾക്കായി ഈ നേവൽ UAVകളെ ഉപയോഗിക്കുമെന്ന് ഈ RFI വ്യക്തമാക്കുന്നു. സെക്കൻഡറി ഓപ്പറേഷനുകളിൽ സെർച്ച് ആൻഡ് റെസ്ക്യൂ, പൈറസി വിരുദ്ധ പ്രവർത്തനങ്ങൾ, തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കുള്ള സഹായം ഉൾപ്പെടുമെന്നും RFI രേഖ കൂട്ടിച്ചേർക്കുന്നു. ഏതു സമയത്തും നാവികസേനയ്ക്ക് വിന്യസിക്കാൻ കഴിയുമെന്നതാണ് കപ്പലധിഷ്ഠിത ഡ്രോണുകളുടെ ഏറ്റവും വലിയ നേട്ടം.
സാഗർ ഡിഫൻസ് എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് നിർമ്മിച്ച രാജ്യത്തെ ആദ്യത്തെ പാസഞ്ചർ വാഹക ഡ്രോണായ വരുണ ഉൾപ്പെടുത്താൻ ഇന്ത്യൻ നാവികസേന കഴിഞ്ഞ വർഷം തീരുമാനിച്ചിരുന്നു. നാവികസേനയുടെ സഹകരണത്തോടെയാണ് ഈ ഡ്രോൺ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നതിനാൽ ഇവയ്ക്ക് ചലിക്കുന്ന യുദ്ധക്കപ്പലുകളിൽ ഇറങ്ങാനും അവയിൽ നിന്നും പറന്നുയരാനും കഴിയും. വിദൂരമായി പൈലറ്റ് ചെയ്യാനോ മുൻകൂട്ടി നിശ്ചയിച്ച റൂട്ടുകളിൽ ഓട്ടോണമസായി സഞ്ചരിക്കാനോ കഴിയുന്ന ഈ പാസഞ്ചർ ഡ്രോണിന് ലാൻഡിംഗ് ഗിയറുകൾക്കിടയിൽ പലതരം പേലോഡുകൾ വഹിക്കാൻ കഴിയും. 130 കിലോഗ്രാം വരെ ഭാരം വഹിക്കാനും അരമണിക്കൂറിനുള്ളിൽ 25 മുതൽ 30 കിലോമീറ്റർ വരെ സഞ്ചരിക്കാനും ഈ ഡ്രോണുകൾക്ക് കഴിയും. തകരാറുണ്ടെങ്കിൽ ഉയർന്നു വരാൻ കഴിയുന്ന ഒരു ബാലിസ്റ്റിക് പാരാച്യൂട്ട് സിസ്റ്റവും ഇവയിലുള്ളതിനാൽ അപകട സാധ്യത ഇല്ലാതാകുന്നു. ഇന്ത്യൻ നാവികസേന നിലവിൽ നേവൽ ഷിപ്ബോൺ ഏരിയൽ സിസ്റ്റത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ ഡെക്ക് ലോഞ്ച്ഡ് ടാക്ടിക്കൽ UAVകൾ പ്രാദേശിക ISR നൽകുകയും കോമ്പാറ്റ് എയർ പെട്രോൾ ചുമതലകളിൽ സജീവമായ പങ്കാളിത്തത്തോടെ ഫ്ലീറ്റിന്റെ യുദ്ധക്കപ്പലുകൾ എയർ കവർ നൽകുകയും ചെയ്യും. ഒരു എയർ വെഹിക്കിളിന്റെ വിക്ഷേപണത്തിന് ആവശ്യമായി വരുമ്പോൾ ഘടിപ്പിക്കാവുന്ന അല്ലെങ്കിൽ അസംബ്ലിംഗ് ചെയ്യാവുന്നതായ ഒരു ഗതാഗത വിക്ഷേപണ സംവിധാനം നിലവിലെ എല്ലാ കപ്പലുകളുടെയും രൂപകൽപ്പനയിൽ നാവികസേന ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ നാവികസേന എല്ലാ ഡ്രോൺ നിർമ്മാതാക്കളോടും മെയിൻ, സ്റ്റാൻഡ് ബൈ എന്നിങ്ങനെ 2 കൺട്രോൾ സ്റ്റേഷനുകൾ നൽകണമെന്നാവശ്യപ്പെടുന്നു. മെയിൻ കൺട്രോൾ സ്റ്റേഷൻ കപ്പലിൽ ഘടിപ്പിച്ചിരിക്കുന്നു എന്നതുകൂടാതെ ഇവ ഓൺബോർഡ് കപ്പൽ സപ്ലൈ ഉപയോഗിച്ച് പവർ ചെയ്യപ്പെടുന്നു. അതോടൊപ്പം എയർ വെഹിക്കിളിനെ നിയന്ത്രിക്കുന്നതിനായി ഒരു സ്റ്റാൻഡ് ബൈ കൺട്രോൾ സ്റ്റേഷൻ കൂടി ഓൺബോർഡിൽ സ്ഥാപിക്കാൻ നാവികസേന ആവശ്യപ്പെടുന്നു. അന്തർവാഹിനി വിരുദ്ധ യുദ്ധത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന സബ്മറൈൻ ലോഞ്ച്ഡ് UAVകൾ വികസിപ്പിക്കുന്നതിനുള്ള ഒരു സ്റ്റാർട്ടപ്പുമായി ലാർസൻ ആൻഡ് ട്യൂബ്രോ കഴിഞ്ഞ വർഷം നാവികസേനയുമായി ഒരു ധാരണാപത്രം ഒപ്പുവെച്ചു. പെരിസ്കോപ്പ് ആഴത്തിൽ പ്രവർത്തിക്കുന്ന ഒരു അന്തർവാഹിനിക്ക് ISRന്റെ സ്റ്റാൻഡേർഡ് റോളിന് പുറമെ ഇത്തരം UAVകൾക്ക് മൈൻ വിരുദ്ധ പ്രവർത്തനങ്ങളിലും സഹായിക്കാനാകും. ഇന്ത്യൻ നാവികസേന കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി ഷിപ്ബോൺ UAS അല്ലെങ്കിൽ ഡ്രോണുകൾ സ്വന്തമാക്കാൻ ശ്രമിച്ചു പോരുന്നു. 2000കളുടെ മധ്യം മുതൽ നിരവധി വിദേശ കമ്പനികൾ ഇന്ത്യൻ നാവികസേനയ്ക്ക് ഷിപ്ബോൺ ഡ്രോൺ സംവിധാനങ്ങളുടെ വിപുലമായ ശ്രേണി സംഭാവന നൽകിയിട്ടുണ്ട്. 2007 ഇന്ത്യൻ നാവികസേന ഇന്ത്യൻ പട്രോൾ കപ്പലായ INS സുജാതയിൽ നിന്നും പ്രശസ്തമായ ഓസ്ട്രിയൻ ഷീബൽ ക്യാംകോപ്റ്റർ പരീക്ഷിച്ചിരുന്നുവെങ്കിലും കരാറിൽ ഒപ്പുവെക്കാനായിരുന്നില്ല. കാലക്രമേണ ഡ്രോൺ കഴിവുകൾ ആവശ്യമുള്ളതിനാൽ ചേതക് ഹെലികോപ്റ്ററിനെ ഒരു സ്വയംഭരണ ഡ്രോൺ പ്ലാറ്റ്ഫോമാക്കി മാറ്റാനുള്ള സർക്കാർ ഉടമസ്ഥതയിലുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസും തമ്മിലുള്ള സംയുക്ത ശ്രമത്തിന് ഇന്ത്യൻ നാവികസേന ഒരിക്കൽ ഭാഗികമായി ധനസഹായം വരെ നൽകിയിരുന്നു. എന്നാൽ നേവൽ റോട്ടറി UAV എന്ന ഈ പദ്ധതി സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കാരണം പരാജയപ്പെട്ടു പോയിരുന്നു. 2011 ധ്രുവ് ഹെലികോപ്റ്റർ പ്ലാറ്റ്ഫോം ഒരു അൺമാൻഡ് വെഹിക്കിളാക്കാൻ ശ്രമിക്കാമെന്ന് ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും ഇന്ത്യൻ നാവികസേന ഈ നിർദ്ദേശം സ്വീകരിച്ചിരുന്നില്ല. നിലവിൽ ഇന്ത്യൻ നാവികസേന രഹസ്യമായി നടത്തിയ വിമാനവാഹിനി കപ്പലിലെ ഡ്രോൺ പരീക്ഷണം ചൈനയ്ക്കെതിരെയുള്ള മുന്നൊരുക്കമായി കണക്കാക്കപ്പെടുന്നു. കൂടാതെ ഉടൻ സേനയിലേക്ക് എത്തുന്ന MQ-9B ഡ്രോണുകളും INS വിക്രാന്തിൽ നിന്നും പ്രവർത്തിപ്പിക്കാൻ നാവികസേന പദ്ധതിയിടുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇവയ്ക്ക് മുന്നോടിയായി നടത്തിയ പരീക്ഷണങ്ങളാണ് ഇന്ത്യൻ നാവികസേന നിലവിൽ രഹസ്യമായി നടത്തിയ പരീക്ഷണങ്ങളെന്നും പറയപ്പെടുന്നു. റഫാൽ എമ്മിനൊപ്പം MQ-9B ഡ്രോണുകളും കൂടി വിന്യസിച്ച INS വിക്രാന്തും ഇവയുടെ ഉടൻ വരാനിരിക്കുന്ന റിപ്പീറ്റ് ഓർഡറുകളും ചൈനയുടെ ഏത് ആയുധത്തെക്കാളും വൻമാരകമായിരിക്കുമെന്ന് ലോകരാജ്യങ്ങളിലെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. രഹസ്യമായി ഇന്ത്യ നടത്തുന്ന പല പരീക്ഷണങ്ങളും ചൈനയുടെ സമുദ്ര വിപുലീകരണ ആഗ്രഹങ്ങൾക്ക് ചെക്ക് വെക്കുന്നുവെന്ന് ചൈന നിലവിൽ തിരിച്ചറിയുന്നു.